കേരളത്തിലെ പല വീടുകളും നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ ചോരക്കളമാകുന്ന കാഴ്ച. മനുഷ്യ ശരീരങ്ങൾ വെന്തെരിയുന്നതിൻ്റെ ദുർഗന്ധം. സ്വന്തം അച്ഛനെയും അമ്മയെയും ഉറ്റവരെയും പോലും കൊലപ്പെടുത്താൻ മടിക്കാത്തവരുടെ നാട്. കോട്ടയം പാലായിൽ കുടുംബ വഴക്കിനെ തുടർന്ന് ഭാര്യാമാതാവിനെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ സംഭവം ഞെട്ടിപ്പിക്കുന്നതാണ്. ഭാര്യാമാതാവിൻ്റെ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുന്നതിനിടെ സ്വന്തം ശരീരത്തിലേക്ക് തീ പടർന്ന മരുമകനും മരിച്ചു. പാല അന്ത്യാളം സ്വദേശിനി നിർമ്മല, മരുമകൻ കരിങ്കുന്നം സ്വദേശി മനോജ് എന്നിവരാണ് മരിച്ചത്. മരിച്ച മനോജും നിർമ്മലയും തമ്മിൽ ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും മുൻപും ഇയാൾ വീട്ടിലെത്തി അക്രമം നടത്തിയിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു. ചൊവ്വാഴ്ച രാത്രി 7:30-ക്കാണ് നാടിനെ നടുക്കിയ സംഭവം. അന്ത്യാളം പരവൻപറമ്പിൽ സോമന്റെ ഭാര്യ നിർമ്മലയാണ് മരുമകൻ കരിങ്കുന്നം സ്വദേശി മനോജ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. കരിങ്കുന്നത്തെ വീട്ടിൽ നിന്ന് 6 വയസ്സുകാരൻ മകനുമായി അന്ത്യാളത്തെ ഭാര്യ വീട്ടിലെത്തിയാണ് മനോജ് അതിക്രമം നടത്തിയത്. നിർമ്മലയുടെ ദേഹത്തും സ്വന്തം ദേഹത്തും പെട്രോൾ ഒഴിച്ച ശേഷം തീ കൊളുത്തുകയായിരുന്നെന്നാണ് വിവരം. ബഹളം കേട്ടെത്തിയ നാട്ടുകാർ പാലാ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരമറിയിച്ചു. ആദ്യം പാലാ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജിലും എത്തിച്ചെങ്കിലും ഇരുവരുടെയും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവ സമയം നിർമ്മലയുടെ ഭർത്താവ് സോമൻ പുറത്തു പോയിരുന്നു. നിർമ്മലയെ കൂടാതെ വല്യമ്മയാണ് ഈ സമയം വീട്ടിലുണ്ടായിരുന്നത്. പെട്രോളുമായാണ് മനോജ് ഇവിടെ എത്തിയത്. മനോജിനെതിരെ ഭാര്യ വീട്ടുകാർ മുൻപ് പോലീസിൽ പരാതി നൽകിയിരുന്നു. കുടുംബവഴക്ക് സംബന്ധിച്ചായിരുന്നു പരാതി. മനോജിന്റെ ഭാര്യ ജോലിക്ക് പോകുന്നത് സംബന്ധിച്ച് തർക്കവും വഴക്കുമുണ്ടായിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. ന്യൂസ് 18 കോട്ടയം.